അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നിപ്പോൾ ഞങ്ങളൊരു ട്രിപ്പ് പോവാണ് കേട്ടോ. ഒരു കുഞ്ഞു ട്രിപ്പാണ് പോകുന്നത്. സുന്ദരപാണ്ടിപുരത്താണ്. സൺഫ്ലവർ പാടം കാണാൻ പോവാം കേട്ടോ. സൂര്യകാന്തി തോട്ടം കാണാൻ പോവാണ്. ഇപ്പം വൈകുന്നേരമല്ല, ഉച്ച കഴിഞ്ഞു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. 2 മണിയായി കാണാം കേട്ടോ. അപ്പോഴാണ് ഇറങ്ങിയത്. അങ്ങനെ പോവാണ്. ഞാനും ഇക്കായും ഫാദിമോനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തെന്മല ഭാഗത്ത് എത്തിയപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ, 2 സൈഡ് വ്യൂ കാണാനായിട്ട്. അവസാനം നമ്മൾ വളവൊക്കെ കഴിഞ്ഞിട്ട് തമിഴ്നാട്ടിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോകാനായിട്ട് ഉദ്ദേശിച്ചത് ആ ഒരു ഫീൽഡിൽ സൂര്യകാന്തി പൂത്ത് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി, അയ്യോ ഇത്രയും ദൂരം വന്നത് വെറുതെ ആയല്ലോ എന്ന്. പക്ഷേ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് വേറൊരു വേറൊരു തോട്ടം കണ്ടു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങുക ചെയ്തത് കേട്ടോ. എപ്പോഴും വീഡിയോസിലൊക്കെ കാണുന്ന ആ ഒരു തോട്ടമല്ല ഇതിലുള്ളത്. ഞങ്ങൾ കണ്ടത് വേറൊരു റോഡ് സൈഡിൽ തന്നെ ആയിട്ടുള്ളതാണ്. പക്ഷേ ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ സമയം ഒരു 4-4:30 മണിയായി. കണ്ടില്ലേ, സൂര്യകാന്തിയൊക്കെ ഒരു സൈഡിലേക്ക് തളർന്നു വന്നിട്ടുണ്ട്. അത് മൂടാറായി, ഈവനിങ് ആയല്ലോ. അപ്പോൾ അതേ ഫാദിയും കൊണ്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നല്ല തിരക്കുണ്ടായിരുന്നു, അത്യാവശ്യം കുറേ ആൾക്കാരുണ്ടായിരുന്നു. കുറേ ഫോട്ടോസൊക്കെ എടുത്തു, കുറേ ഇൻസ്റ്റാഗ്രാമിൽ ഇടാനായിട്ട് റീൽസൊക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ട് എന്താ ആക്ടിങ് അല്ലേ, ഭയങ്കര ആക്ടിങ്ങും ഭയങ്കര വീഡിയോ എടുക്കലൊക്കെ ആയിരുന്നു ഇത് കഴിഞ്ഞിട്ട്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, മൊത്തത്തിൽ കാണാനായിട്ടും പിന്നെ ആകാശവും ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും ഒന്ന് വീഡിയോ എടുക്കാൻ പോകുമ്പോൾ ഫാദിമോൻ എൻ്റെ പിറകെ വരും. എൻ്റെ ഉടുപ്പ് പിടിച്ച് വലിച്ചിട്ട് ഉമ്മി വാ പോവാം എന്ന് പറഞ്ഞിട്ട് അവൻ ഈ പൂവൊക്കെ പിടിച്ച് വലിച്ചെടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടിയെ ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ എന്നുള്ള കാര്യം. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ അവൻ 1-2 വികൃതി ഒപ്പിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര ഒരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യം ഉണ്ടായി. ഞാനിവിടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ചെരുപ്പുണ്ടല്ലോ, അതിൻ്റെ ഇടയിൽ ഇറങ്ങിപ്പോയി, മണ്ണിനിടയിലായിപ്പോയി. എന്നിട്ട് ഞാൻ വലിച്ചെടുക്കുന്ന വഴിക്ക് എൻ്റെ ചെരുപ്പ് പൊട്ടി. പിന്നെ എനിക്ക് ഇടാൻ ചെരുപ്പില്ലായിരുന്നു ഗൈസ്. ഞാൻ പിന്നെ ചെരുപ്പില്ലാണ്ടാണ് അവിടെ നിന്ന് വന്നത്. കാറിലൊരു സ്ലിപ്പർ ഉണ്ടായിരുന്നു, പിന്നെ അതെടുത്തിട്ടിട്ടാട്ടോ വന്നത്. എൻ്റെ ചെരുപ്പ് അവിടെ തന്നെ ആ പാടത്ത് എവിടെയും ഇപ്പോഴും കിടപ്പുണ്ട്. അവിടെ അത് സമർപ്പിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. സോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വന്ന് വണ്ടി കയറാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ തിരിച്ചു പോകാം. മിക്കതും മലയാളികളാട്ടോ, ഒരുപാട് മലയാളികളുണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ചു വണ്ടി കയറി പോവാണ്. അപ്പോൾ തലേ ദിവസം ഞാൻ എറണാകുളത്ത് നിന്ന് വന്നപ്പം കുറച്ച് സ്ട്രോബെറി മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഫാദിമോന് ഈ സ്ട്രോബെറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അവന് പുളിപ്പുള്ള കാര്യങ്ങളാട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം. അങ്ങനെ അതൊക്കെ അവനെടുത്ത് കൊടുത്ത് അതൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് യാത്രയായി. സുന്ദർപാണ്ടി നമ്മൾ കണ്ടിരിക്കുന്നത്. അതെ സുന്ദർപാണ്ടി നമ്മൾ കണ്ടിരിക്കും. സൂര്യകാന്തി കണ്ടത് സൂപ്പറാ. സൂര്യകാന്തി കണ്ടത് സൂപ്പറാ. സൂര്യകാന്തി സൂപ്പറാ. അപ്പോൾ ഒരു 5:30 ആയപ്പോഴത്തേക്കുള്ള വ്യൂ ആട്ടോ ഇത്. ആകാശം മൊത്തം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഒരു 6 മണിയോടുകൂടി ഞങ്ങൾ തെന്മല എത്തി. അവിടെ നിന്ന് ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ച് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. അസ്സലാമു അലൈക്കും.